നിങ്ങൾ ഓർക്കുന്നില്ലേ, കൂട്ടുകാരുമായി ക്രിക്കറ്റൊക്കെ കളിച്ച് ഒത്തിരി സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നൊരു കാലം. വീട്ടിലെത്തി കുളിച്ചൊരുങ്ങിയൊക്കെ വരുമ്പോഴേക്കും അരമണിക്കൂറുള്ള പവർ കട്ടിനുള്ള സമയമായിട്ടുണ്ടാവും. ആ അരമണിക്കൂർ രാത്രി കറണ്ട് കട്ടിൽ എല്ലാവരും കൂടി സിനിമാ പേര് കളിക്കും, അന്താക്ഷരി കളിക്കും, അത്താഴവും ഒരുമിച്ചിരുന്ന് കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞാലും കലപില സംസാരിക്കും. കാണുന്നത് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചേ, നിങ്ങൾ ഫോണിൽ നോക്കാതെ ഫോണിലല്ലാതെ എന്നാണ് ഒരാളുമായി കുറച്ച് സമയമെങ്കിലും സംസാരിച്ചത്? തൊട്ടടുത്ത മുറിയിലിരിക്കുന്ന ആളിനും വാട്സപ്പ് മെസ്സേജാണ് അയക്കുന്നത്. പുതിയ കാലത്തിൽ ഫോൺ അനിവാര്യമാണ്. പക്ഷേ ചിലർ ജീവിക്കുന്നത് തന്നെ ഫോൺ ഉപയോഗിക്കാനാണ്. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഫോൺ, ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ, ആരെങ്കിലുമായി സംസാരിക്കുമ്പോൾ മറുപടി പോലും ഫോണിൽ നോക്കി, എന്തിനേറെ പറയുന്നു ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ. എല്ലാം ഒരു വിർച്വൽ ലോകത്താണ്. സോഷ്യൽ മീഡിയയിൽ 1000 ഫ്രണ്ട്സ് ഉള്ള ഒരാൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സുഹൃത്തുണ്ടാവില്ല. ഈ അമിത ഫോൺ ഉപയോഗം നിങ്ങളുടെ തലച്ചോറിനെ മോശമായി ബാധിക്കുന്നു. ഒരു ബസ്സിൽ കയറിയാൽ അടുത്തിരിക്കുന്ന ആളോട് പോലും സംസാരിക്കാതെ അപ്പോൾ തന്നെ ബാഗിൽ നിന്നും ഹെഡ്സെറ്റ് എടുത്ത് വെച്ച് പാട്ടും കേട്ടിരിക്കും. അവർ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് അവരെ ഇതുവരെയായിട്ടും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവർ പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് ആ ചതിയിൽ ചെന്നുപെടുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ പരസ്പര ബന്ധങ്ങൾ കുറഞ്ഞതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഫൈൻഡ് ടൈം ടു സ്പീക്ക് വിത്ത് പീപ്പിൾ. എല്ലാം ഓൺലൈനിൽ നിന്നും വാങ്ങാതെ ഇടയ്ക്ക് നമ്മുടെ വീടിനടുത്തുള്ള കടയിലൊക്കെ പോയി അവരോടൊക്കെ ഒന്ന് കുശലാന്വേഷണമൊക്കെ നടത്തി സാധനങ്ങളൊക്കെ വാങ്ങുക. KSRTC ബസ്സിൽ യാത്ര പോകുമ്പോൾ ഹെഡ്സെറ്റൊക്കെ വീട്ടിൽ വെച്ച് പൂട്ടിയിട്ട് അടുത്തിരിക്കുന്ന ആളോടൊക്കെ ഒന്ന് സംസാരിക്കുക. അങ്ങനെ നമ്മുടെ പരസ്പര ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. സമയമുണ്ടെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ നടക്കാൻ പോവുക. നടക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോൺ വീട്ടിൽ വെച്ചിട്ട് വേണം പോകാൻ. അതൊരു ശീലമാവുമ്പോൾ നിങ്ങൾ കുറേ സ്ഥിരം നടപ്പുകാരെ പരിചയപ്പെടും. അവരുമായും സംസാരിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈറ്റ് ടുഗദർ. കുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത്താഴമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. ആ കഴിക്കുമ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ പരസ്പരം സംസാരിച്ച് വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ തരം ഡിജിറ്റൽ ലോകത്തു നിന്നും വിട്ടു നിൽക്കുക. അതിപ്പോൾ നിങ്ങൾ കാണുന്ന യൂട്യൂബ് ആവാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഡിജിറ്റലി ഉള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. അതിന് നിങ്ങളുടെ ഫോൺ എടുത്ത് മാറ്റി വെക്കണം ആദ്യം. ആഴ്ചയിൽ ഒരു ദിവസം മതി. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എങ്ങനെ ഇഫക്റ്റീവായി ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.